അതെ അതെ, എന്തോ ഒരു ഗൂഢശക്തി ഇവളുടെ താലിയിലുണ്ട്. അതുകൊണ്ടാ രണ്ടാമത്തെ തവണയും ഈ താലികെട്ട് മുടങ്ങിപ്പോയത്. എന്നാലും ആ സമയത്ത് ആ ഓട്ടുമണി എങ്ങനെ ഇളകി എന്റെ കയ്യിലേക്ക് വീണുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ട് അവന്തികയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എനിക്കാണേ അതിനേക്കാ വിഷമമുണ്ട്. അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് അല്ലേ അമ്മേ? അതെ അതെ, എന്റെ വിഷമം ഞാൻ ആരോട് പറയും? അവിടുത്തെ ദേവിക്ക് വലിയ ശക്തിയാണെന്ന് അവന്തിക തന്നെയല്ലേ പറഞ്ഞത്? അതെ അതെ, വലിയ ശക്തിയൊക്കെ തന്നെയാ. ആ ശക്തിയുടെ പണി എനിക്കിട്ടാണ് കിട്ടിയെന്ന് മാത്രം. എടി അർച്ചനെ, ഞാൻ ഇവിടെ നിന്ന് എണീറ്റോട്ടെ. അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ആ താലി ഞാൻ കെട്ടിച്ചിരിക്കും. വേണമെങ്കിൽ ഞങ്ങള് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവാം കേട്ടോ, അല്ലേ അമ്മേ? അതെ അതെ. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം. അയ്യോ ഒന്നും വേണ്ട, മൂർത്തി ആഹാരം എന്തെങ്കിലും കൊണ്ടുവന്നോളൂ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സമൃദ്ധ ഇടയ്ക്കൊക്കെ വരണേ. ഇടയ്ക്കിടെ സമൃദ്ധ കാണുന്നതാ എനിക്കൊരു ആശ്വാസം. ഞാൻ ഇടയ്ക്ക് വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അമ്മേ. അമ്മേ എല്ലാ പ്ലാനും തെറ്റിപ്പോയില്ലേ മോളെ? അങ്ങനെയൊന്നും നമ്മൾ തോറ്റു പിന്മാറില്ല. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ നേടിയിരിക്കും. അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. മാഡം ധൈര്യമായിട്ടിരിക്കെ. അത്ര പെട്ടെന്നൊന്നും അവർക്ക് തമ്മിൽ ഒന്നിക്കാൻ കഴിയില്ല. പഴയ ഭർത്താവിനെയും ബന്ധുക്കളെയും തിരിച്ചറിയണമെങ്കിൽ പോലും അവർക്ക് ഓർമ്മ തിരിച്ചിട്ടിയല്ലേ പറ്റൂ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് രാജീവിനെയാ. കാരണം അയാൾക്കെല്ലാം അറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ അവളോട് ഇതെല്ലാം പറയാൻ തീരുമാനിച്ച അവിടെ നിന്ന് അർച്ചന ഓർമ്മയിലേക്ക് തിരിച്ചു പോവും. അതോടെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം തവിട് പൊടിയാവും. അവന്തി, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ആ അങ്ങനെ കുറവുണ്ടെന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, എന്താ കവറൊക്കെ ആയിട്ട്? കുറച്ച് ഫ്രൂട്ട്സാ. സമൃദ്ധ ഒന്ന് വന്നെങ്കിലെന്ന് ഞാൻ ഇപ്പൊ മൂർത്തിയോട് പറഞ്ഞതേ ഉള്ളൂ. ഗോകുൽ സാറാണല്ലോ അത്. സാറേ, എന്തൊരു സാറേ? എന്തു പറ്റിയെന്നറിയില്ല. ഇവിടെ വന്നപ്പോൾ വണ്ടി ഓഫായി പോയി. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞാൻ നോക്കിയിട്ടും അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഓ, കോടതിയിലെത്താൻ സമയമായി. ചിലപ്പം ബാറ്ററി വീക്കായതായിരിക്കും. പുതിയൊരു ബാറ്ററി വെച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. ഓടി വന്നപ്പോ ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് നോക്കേണ്ടി വരും. രാവിലെ കോടതി കേസുള്ളതാ. ലേറ്റ് ആയത് പ്രശ്നമാവുമല്ലോ. അത് സാരമില്ല. സാറിനെ ഞാൻ കോടതിയിൽ എത്തിക്കാം. സാർ വാ, എന്റെ വണ്ടി പോവാം. അല്ല, അപ്പൊ ഈ വണ്ടിയോ?
ആ ഇത് ശരിയാക്കി കോടതിയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. സാർ ബാഗ് എടുത്ത് എന്റെ വണ്ടി വന്ന് കയറിക്കോ. ആ സാർ പിന്നെ വണ്ടിയുടെ താക്കോല് വണ്ടി തന്നെ വെച്ചിരുന്നാ മതി. ആ ശരി. ആ ഹലോ ബിജുക്കുട്ടാ, ആ നീ ഇവിടെ? ആ ആണോ? ആ എടാ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ആ ശരി. ആ ആ സാറേ, കാര്യങ്ങളൊക്കെ ഞാൻ ബിജുക്കുട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗ്യത്തിനെയും വിളിച്ചപ്പോ അവൻ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിലുണ്ട്. അവനൊരു മെക്കാനിക്കിനെ കൊണ്ട് ഇപ്പൊ ഇവിടെ എത്തും. അവൻ ഈ വണ്ടി ശരിയാക്കി കോടതിയിലെത്തിക്കും. ഓ, വലിയ ഉപകാരം. ആ എന്നാ പിന്നെ നമുക്ക് പോയാലോ? ബാഗ് എടുത്തില്ലേ? ആ പോ. സച്ചിയെ കണ്ട എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ എന്റെ കേസിന്റെ കാര്യമൊക്കെ ഇങ്ങനെ കുളമായനെ. ഈ റോഡിൽ എപ്പോഴും ഓട്ടോ ടാക്സി ഒക്കെ കിട്ടും. എന്തുപറ്റി? സാറിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സച്ചിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? സാധാരണ സാറിനെ കാണുമ്പോ ഒരുപാട് എനർജിയുള്ള ആളാ സാറ്. പക്ഷേ ഇന്ന് കണ്ടപ്പോ എന്തോ ഒരു വിഷമം മനസ്സിലുള്ളതുപോലെ തോന്നി.